ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാമെന്ന് രണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സിനെ പറ്റിയിട്ടാണ്. മാത്രമല്ല അതിൻ്റെ കുറച്ച് ഹാക്കുകളെ പറ്റിയിട്ടും പറയാം, ഇതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയെന്ന് അറിയിക്കുക. നമുക്ക് വീഡിയോ കിടക്കാം. ഇത് രണ്ടുമാണ് ആ ടോണർ. ഒന്ന് നമ്മുടെ ദ ഓർഡിനറിയുടെ 7% ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, ഒന്ന് നമ്മുടെ മിനിമലിസ്റ്റിന്റെ 8% ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. ഇതിൽ 1% വ്യത്യാസത്തിൽ നമുക്ക് പേരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടോണേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ലൈറ്റ് വെയ്റ്റഡ് ആണ്, നമുക്ക് സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെയാണ്. ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയാം. ഗ്ലൈക്കോളിക് ആസിഡ് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്, അതായത് AHA ആണ്. ഗ്ലൈക്കോളിക് ആസിഡ് കൂടാതെ മെന്റലിക് ആസിഡും ലാക്റ്റിക് ആസിഡും ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് മെന്റലിക് ആസിഡും ലാക്റ്റിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഏറ്റവും സ്കിന്നിൽ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന ആസിഡാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട്, സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം നൈറ്റ് ടൈമാണ്. മാത്രമല്ല, നമുക്ക് എക്സ്ഫോളിയേഷൻ നടക്കുമ്പോൾ നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ആവുമല്ലോ, അപ്പോൾ നമ്മളൊരു പുതിയ സ്കിൻ പുറത്തോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്കിന്ന് സൺ സെൻസിറ്റീവ് ആക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി ഇത് നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ഫേസിൽ പിഗ്മെന്റേഷൻ മാറാനായിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് 1 to 2% യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഡെയിലി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മോർണിംഗോ നൈറ്റോ യൂസ് ചെയ്യാൻ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കണ്ട. അതല്ല, നിങ്ങൾ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് 7 to 8% ആണ് ഫേസിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ബോഡിയിൽ പ്രത്യേകിച്ചും നമ്മൾ നീസിലൊക്കെ 12% വരെ യൂസ് ചെയ്യും. സ്റ്റിൽ നമ്മൾ 8 to 7% ആണ് പ്രിഫർ ചെയ്യാറുള്ളത് ബോഡിയിൽ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഫേസിലാണെങ്കിൽ ഇത് നിങ്ങളൊരു 7% 8% ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വീക്കിലി വൺസ് ഓർ ട്വൈസ് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, വിറ്റാമിൻ സി സിറം അല്ലെങ്കിൽ ടോണർ, സാലിസിലിക് ആസിഡ് സിറം അല്ലെങ്കിൽ ടോണർ, റെറ്റിനോൾ സിറം, ലാക്റ്റിക് ആസിഡിന്റെ സിറം അല്ലെങ്കിൽ ടോണർ, അല്ലെങ്കിൽ മെന്റലിക് ആസിഡിന്റെ സിറം അല്ലെങ്കിൽ ടോണർ ഒരിക്കലും നമ്മൾ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുന്ന സെയിം ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതും അല്ല. പിന്നെ യൂസ് ചെയ്യുന്ന ഒരു 20 ഏജിന് എബോ അല്ലെങ്കിൽ 18 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വീക്കിലി വൺസ് യൂസ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾ 20 ഒക്കെ ആണെങ്കിൽ ഇത് വീക്കിലി ട്വൈസ് യൂസ് ചെയ്ത് നമുക്ക് തുടങ്ങാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 18 എബോ അല്ലെങ്കിൽ 20 എബോ ഒക്കെ ആകുമ്പോൾ മാത്രമേ നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളതായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി ഐഡിയ കിട്ടില്ല. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി അറിയണമെങ്കിൽ ഇങ്ങനെ ഐക്കാർഡിൽ ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ട് വീഡിയോ കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്യുന്ന രീതി മാത്രമേ പറയുന്നുള്ളൂ. അണ്ടർ ആമില് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, നിങ്ങളുടെ അണ്ടർ ആമില് രണ്ട് രീതിയിൽ ആൾക്കാർ പറയാറുണ്ട്. അതിൽ ഗ്ലൈൻഡർ ആമിൽ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് അതിലൊരു അഭിപ്രായം പറയാനുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ ആമിൽ ഡിയോഡ്രന്റ് ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡിയോഡ്രന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്ലൈക്കോളിക് ആസിഡ് അപ്പോൾ എല്ലാവരും സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഗ്ലൈക്കോളിക് ആസിഡ് ഒരിക്കലും നമ്മുടെ സ്വെറ്റിന്റെ സ്മെല്ല് ഡിക്രീസ് ചെയ്യാനായിട്ട് പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലി നമ്മുടെ സ്വെറ്റിന് സ്മെല്ലില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കുടെയും വിയർപ്പ് അങ്ങനെ മണക്കാറില്ല. ചില ആൾക്കാർക്ക് അത് ഇന്റൻസിറ്റി കൂടുകയല്ലേ ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്വെറ്റിലുള്ള ചില ബാക്ടീരിയാസ് ആണ് നമുക്ക് ഈ ഒരു സ്മെല്ല് ഉണ്ടാക്കുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് അഥവാ ഈ ബാക്ടീരിയ കൊല്ലാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബാക്ടീരിയ കൊല്ലാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു പരിധിവരെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന കാരണം BHAs അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബെൻസോയിൽ പെറോക്സൈഡും നമുക്ക് ഈ ഒരു ബാക്ടീരിയ കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ ഫ്ലോറ നശിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാരണം നമുക്ക് ഒരു ഡിയോഡ്രന്റിന്റെ ഫോമിൽ യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. പക്ഷെ സാലിസിലിക് ആസിഡ് അണ്ടർ ആമിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിന് നമ്മൾ ഫ്രാഗ്രൻസ് ഉള്ള നോൺ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഡിയോഡ്രൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഡിയോഡ്രന്റ് ആയിട്ട് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അതൊരു ഫലമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഹാക്കാണ്. പക്ഷെ നിങ്ങൾക്ക് അണ്ടർ ആം പിഗ്മെന്റേഷൻ ഉണ്ട്. മാത്രമല്ല, നമുക്ക് കൂടുതലും അണ്ടർ ആമില് പിഗ്മെന്റേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർ ആമിന്റെ സ്കിൻ നല്ല തിക്ക് ആയിട്ട് വരും, നമുക്ക് ആ ഇന്റൻസിറ്റി കൂടി വരുന്നതാണ്. ഗ്ലൈക്കോളിക് ആസിഡ് നല്ല എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ അണ്ടർ ആം പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ഫേസ് പോലെ തന്നെ നമ്മുടെ അണ്ടർ ആമിന്റെ സ്കിൻ കുറച്ച് തിന്നാണ്. മാത്രമല്ല, നമുക്ക് അടങ്ങിയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ 7% ടോണർ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾഡിലൊക്കെ കയറി ഇരുന്നിട്ട് ചിലപ്പോൾ ഇറിറ്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്.
സോ അതുകൊണ്ട് നിങ്ങൾ വീക്ക്ലി വൺസ് മാത്രം ഒരു കോട്ടൺ പാഡിൽ ടോണർ എടുത്ത് സ്വൈപ്പ് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ലത് ഒരു റോൾ ഓൺസ് ആണ്. നമ്മുടെ വി ബോഡി വേസിൽ, അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റില്, കെമിസ്റ്റർ പ്ലേയില്, വിഷ് കെയറില്, കാർമസിലൊക്കെ നമുക്ക് അണ്ടർആം റോൾ ഓൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. HA BHA റോൾ ഓൺസ്. ഇത് 4% 5% ഒക്കെ പറയുന്നെങ്കിൽ HA BHA അടങ്ങിയതായതുകൊണ്ട് അണ്ടർആമിന് വേണ്ടി പെർട്ടിക്കുലർലി ഫോർമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇറിറ്റേഷൻസ് അണ്ടർആമിൽ വരാനായിട്ട് കൊള്ളില്ല. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡ് 6% അല്ലെങ്കിൽ 7% അല്ലെങ്കിൽ 8% ടോണേഴ്സിന്റെ ഫോമിൽ കിട്ടുമ്പോൾ നമുക്കത് ഡയറക്റ്റ്ലി അണ്ടർആമിൽ ഡെയിലി യൂസ് ചെയ്യാൻ എന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാരണമല്ല, അവിടെ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ വീക്ക്ലി വൺസ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് അണ്ടർആമിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡെയിലി യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കുക, ചില ആൾക്കാർക്ക് അവിടെ ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസ് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു ചെറിയ എമൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഹ്യൂജ് എമൗണ്ട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ, ഡിസയർ എമൗണ്ട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അണ്ടർആമിൽ എങ്ങനെയാണ് ഗ്ലൈക്കോളിക് ആസിഡ് കൊണ്ട് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായാലും ഡെയിലി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ റോൾ ഓൺസ് യൂസ് ചെയ്യുക, എന്നിട്ട് വീക്ക്ലി വൺസ് നമുക്ക് ഇത് യൂസ് ചെയ്യാം. വീക്ക്ലി വൺസ് ഇത് യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഈ റോൾ ഓൺസ് ആ ദിവസം സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഓൺ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഹെയറിൽ ആക്ച്വലി ആൾക്കാർ 3 രീതിയിൽ പറയാറുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഡാൻഡ്രഫ് കളയാനായിട്ട്, രണ്ട് നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇൻഗ്രോൺ ഹെയറിലല്ല നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒക്കെ ഇൻഗ്രോൺ ഹെയർ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്, മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ ഉണ്ടാവുന്ന ബിൽഡപ്പ് മാറ്റാനായിട്ട്. ഇതിനകത്ത് ഒന്ന് നമുക്ക് ഫലിക്കാൻ പോകുന്നില്ല, പക്ഷെ 2 കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഒന്നാമത്തേന്ന് വെച്ചാൽ ഡാൻഡ്രഫ് എലോൺ ആയിട്ട് മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് പറ്റത്തില്ല. അതിന് നല്ലത് സാലിസിലിക് ആസിഡ് ആണ്. സാലിസിലിക് ആസിഡിന്റെ സിറം നിങ്ങൾ കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കാരണം ഡാൻഡ്രഫ് കളയാനായിട്ട് പറ്റും. അല്ലാണ്ട് ഡാൻഡ്രഫ് മൊത്തത്തിൽ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരത്തില്ല. ഇൻഗ്രോൺ ഹെയറിന്റെയും ബിൽഡപ്പിന്റെയും കാര്യത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇൻഗ്രോൺ ഹെയർ എടുക്കുക. ഇൻഗ്രോൺ ഹെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ വളർന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. ചില സമയങ്ങളിൽ ഇതിന്റെ ഷാഫ്റ്റ്, അതായത് ആ ലെങ്ത് തിരിഞ്ഞ് നമ്മുടെ സ്കിന്നിലോട്ട് തന്നെ വരും. അത് ഭയങ്കര പെയിൻഫുള്ളും, പിന്നെ അത് മാത്രമല്ല അത് അവിടെ ഇരുന്നിട്ട് ഇൻഫ്ലമേഷനും പിന്നെ ബാക്കിൽ ഇൻഫെക്ഷൻ ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കളയാനായിട്ട് നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗ്രോത്ത് ഷാഫ്റ്റിനെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും എന്താ പറയുക ഔട്ടർ ലെയർ എന്തെങ്കിലും ഇത് വന്നിട്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നെങ്കിൽ ആ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇൻഗ്രോൺ ഹെയറിനെ തടയാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ അണ്ടർആമിൽ തന്നെ ആഫ്റ്റർ ഷേവിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഗ്രോൺ ഹെയർ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഗ്ലൈക്കോളിക് ആസിഡ് സഹായിക്കും. എന്നും പറഞ്ഞിട്ട് ഷേവ് ചെയ്ത ഉടനെ ഡയറക്റ്റ് ഗ്ലൈക്കോളിക് ആസിഡ് എടുത്ത് അപ്ലൈ ചെയ്യരുത്. ഷേവ് ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞിട്ട് വേണം അണ്ടർആമിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ. അണ്ടർആമിൽ എന്നല്ല നമ്മുടെ ബോഡിയിൽ എവിടെ ഷേവ് ചെയ്താലും അപ്പൊ വേണം യൂസ് ചെയ്യാം. പക്ഷെ പ്രൈവറ്റ് ഏരിയാസിൽ ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നമ്മുടെ സ്കാൽപ്പിന്റെ ബിൽഡപ്പിന്റെ കാര്യം. സ്കാൽപ്പിൽ ബിൽഡപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ യൂസ് ചെയ്യുന്ന കാരണം, നമ്മുടെ ഷാംപൂസ്, നമ്മുടെ വാട്ടറിലുള്ള ഡെബ്രീസ്, പുറത്തുള്ള പൊല്യൂഷൻസ്, ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞിരിക്കും. ചില സമയത്ത് നമ്മൾ ഷാമ്പു കൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു എന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ ബിൽഡപ്പ് എടുത്ത് കളയാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും അവിടെ സാധനം കൊടുക്കണം. അതിന് ഏറ്റവും നല്ലതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നല്ല എക്സ്ഫോളിയേറ്റിംഗ് സാധനമാണ്. അത് കാരണം നമുക്ക് ഈ ടോണർ സ്കാൽപ്പിൽ ജസ്റ്റ് എന്തെങ്കിലും സ്പ്രേ ബോട്ടിലോ അതല്ലെങ്കിൽ ഒരു ഡ്രോപ്പറിലോ എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓർഡിനറിയുടെ നോക്കുകയാണെങ്കിൽ അവർ ഒരു ട്യൂബ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു ഫോമിലാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസും ഇല്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പൊ മിനിമലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കുറച്ച് ഇതിലോട്ട് മാറ്റി ഡ്രോപ്പ് ആയിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അതൊന്നും ഇഷ്യൂ ചെയ്യാം. എന്നിട്ട് നിങ്ങളൊരു 30 മിനിറ്റ്സ് നിന്നിട്ട് നമ്മൾ നോർമൽ ഷാമ്പു കൊണ്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു വീക്ക്ലി വൺസ് ഇതൊരു റിച്വൽ ആയിട്ട് വെച്ചിട്ട് ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോൾ, അതായത് ഒരു 4 വാഷ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബിൽഡപ്പ് മാറുന്നതായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പിന്നെ ബിൽഡപ്പ് ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾക്കൊരു ഫസ്റ്റ് വാഷിൽ നിങ്ങൾ കണ്ട ആ ഒരു ബിൽഡപ്പ് നിങ്ങൾ 4th വാഷിൽ ഉണ്ടാവില്ല. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും 4 ഡേയ്സ് കണ്ടിന്യൂസ് വാഷ് ചെയ്യാൻ നിൽക്കരുത്. വീക്ക്ലി വൺസ് മാത്രമേ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം സ്കാൽപ്പിലെ ബിൽഡപ്പ് മാറ്റാനായിട്ട്, ഇൻഗ്രോൺ ഹെയർ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഡാൻഡ്രഫ് മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് സ്കാൽപ്പിലുള്ള ഡ്രൈ ഫ്ലേക്കിനെസ് നമ്മൾ ബിൽഡപ്പിൽ പറയുന്നതാണ്. അത് മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അത് എക്സ്ഫോളിയേഷൻ നടക്കുമ്പോൾ ആ ഒരു ഫ്ലേക്കിനെസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് കാരണമാണ് നമ്മൾ അത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് ഒരു കണ്ടീഷനിങ് അല്ലെങ്കിൽ ഹെയർ മാസ്ക് നിങ്ങളുടെ ഹെയർ കെയർ റൊട്ടീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. വി ബ്ലെൻഡിന്റെ ഹെയർ മാസ്കുകൾ എല്ലാം നല്ല ഓപ്ഷൻസ് ആണ്. ബെയർ അനാറ്റമിയുടെ ഹെയർ മാസ്കുകൾ നല്ല ഓപ്ഷൻസ് ആണ്.
അതിനകത്ത് ആന്റി ഡാൻഡ്രഫ് മാസ്ക് വെച്ച് ബാക്കി എല്ലാ മാസ്കുകളും നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്റെ ഫേവറേറ്റ് പാർട്ടാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ബോഡിയിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ഏജന്റ് ആയിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ടോണേഴ്സ് യൂസ് ചെയ്യും. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, പക്ഷേ 7% ഗ്ലൈക്കോളിക് ആസിഡ് ടോണറാണ് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ 2 ഡേയ്സിൽ ഇപ്പൊ പുറത്ത് പോകുന്ന ദിവസമാണെങ്കിൽ ഞാൻ അന്ന് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും. തലേന്ന് യൂസ് ചെയ്താലും അതിലും പുറത്തൊന്നും പോകില്ല, വീട്ടിലിരിക്കുകയാണെങ്കിൽ ആ ദിവസം ഞാൻ യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇത് ഡിപ്പെൻസ് ആണ്. ചില പ്രാവശ്യം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യും, ചില ദിവസം ഫ്രീക്വന്റ് ആയിട്ട് 2 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യും. അത് എനിക്ക് ലൈക്ക് നമുക്ക് ടാനിങ് പെട്ടെന്ന് പുറത്ത് പോയിട്ട് ചെറിയ ടാനിങ് തോന്നുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അപ്പം യൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് സ്കിന്നിൽ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. കാരണം പിന്നെ മാത്രമല്ല 7% ആണ് നമുക്ക് ബോഡിയിൽ നമ്മുടെ കയ്യിലും കാലിലും ഡെയിലി യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ പോകുന്നത്. കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ പോലും ഒരു 25 ഏജിന് എബോക്കുള്ള ആൾക്കാർക്ക് നമുക്ക് ഡെയിലി ബോഡിയിൽ, ഫേസിലല്ല ബോഡിയിൽ ടോണർ, ഈ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമില്ല. പക്ഷെ എക്കണോമിക് വെച്ചിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പെട്ടെന്ന് തീരും. സോ സ്പ്രേ ബോട്ടിലോട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ ഈ സാധനത്തിന് നമുക്ക് അപ്പൊ യൂസ് ചെയ്യാൻ പെട്ടെന്ന് ഒരു അപ്ലിക്കേഷൻ ആയിട്ട് കുറച്ച് ക്ലീൻ സ്പ്രേ ബോട്ടിൽസ് ഫ്രീ അവൈലബിൾ ആയിട്ടില്ല, പെട്ടെന്ന് മാറ്റിയിട്ട് സ്പ്രേ ബോട്ടിലായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ബോഡി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ബോഡി നന്നായിട്ട് ടവൽ ഡ്രൈ ചെയ്യുക. നന്നായിട്ട് കുറച്ച് പോലും വെള്ളം നിൽക്കാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾ ഈ ടോണർ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസർ ഏതാണോ അത് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിന്റെ നിയാസിനമൈഡ് ബോഡി മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ ഞാൻ കെമിസ്റ്റർ ക്ലേയുടെ HA/BHA ബോഡി മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈവൻ BHA ഉണ്ടെങ്കിലും അത് ലാക്ടിക് ആസിഡ് ആണ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇല്ല. സോ ഇത് രണ്ടും കൂടെ എന്റെ സ്കിന്നിൽ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പോണില്ല. എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് ഇറങ്ങുന്ന അത്രയും ഡീപ്പായിട്ട് ഒരിക്കലും നമുക്ക് ലാക്ടിക് ആസിഡ് ഇറങ്ങാൻ പോകില്ല. മാത്രമല്ല മോയ്സ്ചറൈസറിന് ഒരു പരിധിയുണ്ട് നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട്. അപ്പൊ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നല്ല സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ടോൺ നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾ 2 നേരം കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ വൈകിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. ഫോർത്ത് ആണ് നമ്മുടെ ഇന്നർ തൈസിലുള്ള പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട്. നമുക്ക് ഇന്നർ തൈസിൽ ഒരുപാട് പേർക്ക് പിഗ്മെന്റേഷൻ വരാറുണ്ട്. ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം, അതായത് ഒരയുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇത് വരാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒബിസിറ്റി ഉണ്ടോ, അതായത് ഓവർ വെയിറ്റ് ആണോ, ഡയബറ്റിക് മെൽറ്റേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യാം. ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കേഷൻ എടുക്കുക. അതിന്റെ കൂടി ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണറും കൂടെ യൂസ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഇത് എക്സ്ഫോളിയേഷന് വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഡയബറ്റിക് മെൽറ്റേഴ്സ് കൊണ്ടോ ഫ്രിക്ഷൻ കൊണ്ടോ ആകുമ്പോൾ നമ്മൾ ഈ ഒരേന്ന കാരണം നമ്മുടെ അവിടുത്തെ സ്കിൻ കുറച്ച് കട്ടി കൂടും. അപ്പം ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മുടെ മെലാനോസൈറ്റ്സിൽ നിന്ന് എക്സസീവ് ആയിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ ഇല്ലേ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എക്സ്ഫോളിയേഷൻ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന കാരണം നമ്മുടെ പിഗ്മെന്റേഷൻ നമുക്ക് ഗ്രാജുവലി കുറയുന്ന കാരണം കാണാനായിട്ട് പറ്റും. ഞാൻ ഇന്നർ തൈസ് ആണ് ഉദ്ദേശിച്ചത്, ഞാൻ പ്രൈവറ്റ് ഏരിയ അല്ല പറയുന്നത്. അപ്പൊ അതിന് മുകളിലോട്ട് നമ്മുടെ തൊടയുടെ മുകളിലോട്ട് പ്രൈവറ്റ് ഏരിയാസിലോട്ട് ആരും ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് അപ്ലൈ ചെയ്യരുത്. കാരണം അവിടുത്തെ PH നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് PH നല്ല വ്യത്യാസമാണ്. അപ്പൊ അത്രയും ഹൈ PHയിലുള്ള സാധനം നമ്മുടെ ബോഡി സോപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഇറിറ്റേഷൻസ് ചില ആൾക്കാർക്ക് വരണം. ബട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം അപ്ലൈ ചെയ്യുമ്പോഴും സോ പ്രൈവറ്റ് ഏരിയാസിൽ ഒരിക്കലും ഈ ടോണർ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് ബേണിംഗ് സെൻസേഷൻ വരും. അവിടെയൊക്കെ പെയിൻ വന്നു കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അങ്ങോട്ട് യൂസ് ചെയ്യാനേ പാടില്ല. ഒൺലി തൈ ഏരിയാസിൽ മാത്രമേ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്തതാണ് നമ്മുടെ ഫേസിൽ എങ്ങനെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ അപ്ലൈ ചെയ്യാന്നുള്ളത്. നമ്മുടെ ഫേസിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം, പക്ഷേ വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ട്വൈസ്. അതും നിങ്ങളൊരു 20 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം എന്തെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് ടാനിങ് ഉണ്ട്, അതായത് വെറുതെ യൂസ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ടാനിങ് ഒക്കെ ഉണ്ട്, പിഗ്മെന്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് മാത്രം ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്യാം. അതായത് ഇതുവരെ എക്സ്ഫോളിയേഷൻ ഒന്നും ചെയ്തിട്ടില്ല, വീക്കിലി വൺസ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ഇത് ആഡ് ചെയ്യാം. നൈറ്റ്ലി യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക. മാത്രമല്ല നിങ്ങൾ വിറ്റാമിൻ സി സിറമോ അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് സിറമോ ലാക്ടിക് ആസിഡ് സിറമോ മെന്റലിക് ആസിഡ് സിറമോ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. അതല്ല നിങ്ങൾ നിയാസിനമൈഡോ ഹൈൽറോണിക് ആസിഡോ കോജിക് ആസിഡോ അസലിക് ആസിഡോ ടാനിക്സാമിക് ആസിഡോ ആൽഫാർബിറ്റിനോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡോട് യൂസ് ചെയ്യും. ഈവൻ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾ യൂറിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണറിന് ശേഷം ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ റെറ്റിനോൾ തുടങ്ങി വിറ്റാമിൻ സി സാലിസിലിക് ആസിഡ് ലാക്ടിക് ആസിഡ് മെന്റലിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത രീതി നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യാൻ നമ്മുടെ കഴുത്തിന്റെ ബേക്കിലുള്ള കറുപ്പ് മാറ്റാനാണ്.
ഈ കഴുത്തിന്റെ ബേക്കിലുള്ള കറുപ്പിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ അക്കാന്തോസിനെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡയബറ്റിക് മെൽറ്റസോ അല്ലെങ്കിൽ ഒബിസിറ്റിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കഴുത്തിന്റെ ബേക്കിൽ കറുപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഉള്ള സൊല്യൂഷൻ കൂടെ കണ്ടെത്തിയിട്ട് ഇത് അതിന് കൂടെ സൈഡിൽ യൂസ് ചെയ്താൽ നമുക്ക് നിൽക്കുന്ന പിഗ്മെന്റേഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് പറ്റും. കാരണം നമ്മൾ ഒരു സ്ഥലത്തോടെ പിഗ്മെന്റേഷൻ മാറ്റിക്കൊണ്ടിരിക്കും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓൾറെഡി റെസിസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർലൈൻ സിറ്റുവേഷൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റാനായിട്ട് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് അതും കൂടെ മാറ്റാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഗ്ലൈക്കോളിക് ആസിഡ് 7% നമുക്ക് കഴുത്തിന്റെ കഴുത്തിന്റെ അടിയിൽ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. മുഖം പോലെയല്ല, കഴുത്ത് കുറച്ചുകൂടെ തിക്കല്ലേ, നമുക്ക് അവിടെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങളുടെ കഴുത്ത് കുറച്ച് ഇടുങ്ങിയിരിക്കുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നന്നായിട്ട് ആ ഏരിയ കഴുകി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇടിവി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ടോണറും അല്ലെങ്കിൽ അഴുക്കും എല്ലാം കൂടി എന്നിട്ട് അവിടെ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്തില്ലെങ്കിൽ കഴുത്തിന് ഇടുക്കമുള്ള ആൾക്കാർ അവിടെ പെട്ടെന്ന് നന്നായിട്ട് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് മറ്റുള്ള ബോഡി പാർട്ട് കഴുകുന്നേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിച്ച് ആ ഭാഗം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത എന്നോട് പറയുന്നതാണ് കാലിന്റെ പാദം കറുപ്പുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്. അത് മാറ്റുന്നതിനായിട്ട് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഡെയിലി യൂസ് ചെയ്യാം, ഇഷ്യൂ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കാം. ഈ ഡെഫിഷ്യൻസികൾ കാരണം നമുക്ക് കാലിലും കൈയുടെ നെക്കിൾസിലും മൗത്തിന്റെ അറൗണ്ടിലും ഒക്കെ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് ഈ ടോണർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങളുടെ അണ്ടർലൈൻ മെഡിക്കൽ ഇഷ്യൂസും കൂടെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി യൂസ് ചെയ്യും. ഫേസിലൊഴികെ ബോഡിയിൽ എല്ലാ പാർട്ടിലും നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാം. പക്ഷെ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ കാലിലാണെങ്കിലും ഞാൻ പറയും ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുന്നിടത്തോളം കാല് ഫുള്ള് കവർ ആവുന്ന ചെരുപ്പുകൾ ഇടാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല, ഫ്ലോണ്ട് യുവർ ഫുഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്ലൈക്കോളിക് ആസിഡ് എപ്പോഴും നൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാലിലായാലും ബോഡിയിലും ഏത് പാർട്ടിലായാലും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാൻ ഒന്നും കൂടി എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി എനിക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഞാൻ ഓർഡിനറി മിനിമലിസ്റ്റ് മാത്രം പറഞ്ഞത്? ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുള്ളത് ഇത് രണ്ടും ആയതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും പറയുന്നത്. മിനിമലിസ്റ്റിൽ 8% ഉണ്ടെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് 7% ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. പക്ഷേ 7% കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ മിനിമലിസ്റ്റിന്റെ 8% യൂസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ മാറിയും തിരിഞ്ഞ് യൂസ് ചെയ്യുന്ന ആളാട്ടോ. 2 ടോണറും മാറിയും തിരിഞ്ഞ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. എക്കണോമിക്കലി ഞാൻ പറയും മിനിമലിസ്റ്റ് വാങ്ങിക്കുക. അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഓർഡിനറിയുടെ തന്നെ വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ. രണ്ടും പൊളി സാധനമാണ്. എനിക്ക് ഡെംഡോക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. കാരണം ഈ ഡെഫിനറ്റ്ലി അറിയാം ഡെംഡോക്കിന്റെ ഡൗട്ട് കമന്റിൽ വരുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഡെംഡോക്കിന്റെ കാര്യം. എനിക്കത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ കാര്യം പറയാത്തത്. ഇനി ആർക്കെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സിനെ പറ്റിയിട്ടാണ്. എസ്പെഷ്യലി മിനിമലിസ്റ്റ് ഓർഡിനറിയുടെ ടോണേഴ്സിനെ പറ്റിയിട്ടാണ്. അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ, ബോഡിയിൽ ഏതൊക്കെ പാർട്സിൽ യൂസ് ചെയ്യാൻ എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ ആരെങ്കിലും ഈ വീഡിയോ തപ്പി നടക്കുന്ന ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എന്നെ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.